സ്പോൺസർ ചെയ്തിരിക്കുന്ന അതിൽ ഭീമ എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൊല്ലം പൂരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കൊല്ലം പൂരത്തിൽ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ആശ്രാമ മൈതാനമാണ്. ആ ആശ്രാമ മൈതാനത്തിലെ വിശേഷങ്ങളാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആശ്രാമ മൈതാനത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ലൈറ്റിൻ്റെയൊക്കെ സെറ്റപ്പാണ്. ഭീമ ജ്വല്ലറി ആണെന്ന് തോന്നുന്നു ആക്ച്വലി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതിൽ ഭീമ എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വലിയൊരു കട്ടൗട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉണ്ടാ നമ്മൾ തൃശ്ശൂർ പൂരത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ലൈറ്റിൻ്റെ ഡെക്കറേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഏകദേശം ഒരു 100 അടിയോളം അടുപ്പിച്ചിട്ട് ഹൈറ്റുണ്ട്. മോളയുടെ അച്ചുകളിലൊക്കെയാണ് സംഭവം കൂടുതലായിട്ടും സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലൈറ്റിൻ്റെ സംഭവങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇഷ്ടംപോലെ പട്ടികളാണെങ്കിൽ ഇതായത് തടിയിൽ കിടപ്പുണ്ട്. നമുക്ക് അങ്ങ് മുകളിൽ വരെ ഉണ്ട്. മുകളിൽ വരെ എത്ര ദിവസം കൊണ്ട് നിറയുമ്പോൾ ഇത്രയും സംഭവങ്ങളാണെങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നിൽക്കുമ്പോൾ പ്രത്യേകം നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലാണ് സംഭവം ഫുള്ളും സെറ്റാക്കി വച്ചിട്ടുള്ളത്. നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോകുമ്പോഴേക്കും ഇതുപോലെയുള്ള വലിയ വലിയ കൂറ്റൻ ലൈറ്റിൻ്റെ സെറ്റപ്പും മറ്റ് സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഗൈസ്. മൈതാനമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ സൈഡിലൊക്കെ ആണെങ്കിൽ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് മറ്റ് സംഭവങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു സൈഡ് വന്നിട്ട് ആക്ച്വലി ഹെലിപ്പാഡുള്ള സ്ഥലമാണ്. ഇഷ്ടംപോലെ പരസ്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ലൈറ്റിൻ്റെ എല്ലാ പരിപാടികളും സംഭവം എന്താ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓരോ ലൈറ്റ് സ്പോൺസർ ചെയ്യുന്നത് ഓരോ അഡ്വർടൈസിങ് ഏജൻസികളാണ്, അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു സ്ഥാപനങ്ങളാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ആ ഒരു 30ഓളം വരുന്ന ആനകളെ നിർത്തുന്ന ആ ഒരു സ്പോട്ടാണ് ഗൈസ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതാ അപ്പോൾ ആദ്യമേ കൂട്ടി പറയുകയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക. ആനകൾക്കുള്ള സ്ഥലത്ത് ആനകൾ മാത്രം ഇവിടെ നിൽക്കുന്നതായിരിക്കും, ബാക്കിയുള്ള ആരും ശല്യം ചെയ്യാൻ പാടില്ല. ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ വേലിയൊക്കെ കെട്ടിയിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്പോട്ടിലായിട്ടാണ് ആക്ച്വലി നമുക്ക് ആനകളൊക്കെ ആണെങ്കിൽ നിർത്തുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് മെയിനായിട്ടും എല്ലാ ആനകളെയും സംഭവം നിർത്തുന്നത്. ഈ ഒരു സൈഡിൽ വന്നിട്ട് അനൗൺസ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ആനകളെ നിർത്താൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അപ്പുറത്തെ സൈഡിലും അതുപോലെ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഒരു ആനയെ സംഭവം ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നു. ബാക്കിൽ ഈ സൈഡിൽ നിരത്തി പിടിച്ചിട്ട് ബാക്കി ആനകളൊക്കെ നിർത്തും. ഓരോ ആനയുടെ ഇടയിലും 2 ആനകൾക്കിടയിലും മിനിമം ഒരു ഗ്യാപ്പ് വേണം. അതൊക്കെ ആണെങ്കിൽ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ജനലക്ഷങ്ങൾ നാളെ ഈ ഒരു മൈതാനത്തിൽ തടിച്ചു കൂടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഗൈസ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ ആനകളെ നിർത്തുന്ന ആ ഒരു മെയിനായിട്ടുള്ള ആ ഒരു സ്പോട്ടാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. നമുക്കിനി അടുത്ത അപ്പുറത്തെ സൈഡിൽ അവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു സംഭവങ്ങളും അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് അത് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. കൊല്ലത്തെ മാക്സിമം വീഡിയോസുകൾ നമ്മൾ നാളെ നേഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്.